NDA ഇപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്ത് വി മുരളീധരൻ 8 വോട്ടുകൾക്ക് മുന്നിലാണ്. 99ലേക്ക് എത്തിയിരിക്കുകയാണ് UDF. 99ലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, 99 സീറ്റുകളിൽ മുന്നേറ്റം തുടരുകയാണ് UDF. 39ലേക്ക് താഴ്ന്നിരിക്കുകയാണ് LDF. അത് മാനന്തവാടി ലീഡ് നില തിരിച്ചുപിടിച്ചിരിക്കുന്നു. മാനന്തവാടിയിൽ OR കേളു അവിടെ പിന്നിലേക്ക് പോകുന്നു. മാനന്തവാടിയിൽ ഉഷാ വിജയൻ മുന്നിലാണ്. ഉഷാ വിജയൻ മുന്നിൽ 1072 വോട്ടുകൾക്ക് ഉഷാ വിജയൻ അവിടെ മുന്നിലാണ്. അപ്പോൾ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ 3 മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയിലുള്ളത്. അപ്പോൾ വയനാട് ജില്ലയിലും ഒരു ക്ലീൻ സ്വീപ്പ് എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ മാനന്തവാടിയിൽ UDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വരികയാണ്. ഇനി വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ പിന്നിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് രമേശ് പിഷാരടി 6 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 1525 വോട്ടുകൾക്കാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. തൃശ്ശൂർ രാജൻ പല്ലന്റെ ഒരു തേരോട്ടം തന്നെ അവിടെ സംഭവിക്കുന്നു. 22,000 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിലാണ്. 16 റൗണ്ടുകൾ, 13 റൗണ്ടുകൾ. രണ്ടാം സ്ഥാനം ആരാണ്? തൃശ്ശൂർ രണ്ടാം സ്ഥാനത്ത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അവർ തമ്മിൽ 2000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. മൂന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും തമ്മിൽ 2000 വോട്ടിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ രണ്ടാം സ്ഥാനത്തേക്ക് പോലും എത്താൻ പത്മജ വേണുഗോപാലിന് സാധിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 16 റൗണ്ടുകളാണ് തൃശ്ശൂരുള്ളത്. 13 റൗണ്ടുകൾ എണ്ണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ലാസ്റ്റത്തെ റൗണ്ടുകൾ കിഴക്കേക്കോട്ട പോലുള്ള UDFന്റെ കേന്ദ്രങ്ങളാണ്. അപ്പോൾ രാജൻ പല്ലൻ തൃശ്ശൂരിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. മൂന്നാം സ്ഥാനത്തേക്ക് പത്മജ വേണുഗോപാൽ തള്ളപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു MBA ലഭിച്ചത്, താമര ചിഹ്നത്തിൽ ലഭിച്ചത് തൃശ്ശൂരിൽ തന്നെയാണ്. ആ തൃശ്ശൂരിൽ BJPയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിദയനീയം തന്നെയായി മാറിയിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെ BJPക്ക് തൃശ്ശൂരിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. മാനന്തവാടിയിലാണ് ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അവിടെ ലീഡ് UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. അവിടെ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ. എറണാകുളം ജില്ലയിൽ ഒരു തേരോട്ടം തന്നെ അവിടെ സംഭവിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമാ തോമസ് 25,000, മാത്യു കൊള്ളനാടൻ 27,000, അവിടെ TJ വിനോദ് 28,000 എന്ന രീതിയിലേക്ക് ഒരു 25K+ എന്നുള്ള രീതിയിലേക്ക് അവിടെ പ്രമുഖ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം മാറുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വൈക്കത്ത് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ അവിടെ ഒരു